ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം വരാൻ പോവുകയാണ്. 24-25 തീയതികളിലായാണ് മെഗാ താരലേലം നടക്കുന്നത്. അവസാന സീസണുകളിലെ പിഴക് നികത്തി ശക്തമായി തിരിച്ചുവരവ് നടത്താനാണ് 10 ടീമുകളും പദ്ധതിയിടുന്നത്. ഇത്തവണത്തെ മെഗാലേലത്തിൽ പല സൂപ്പർ താരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ലേലം വാശിയേറുമെന്ന് ഉറപ്പാണ്. ഋഷഭ് പന്ത്, KL രാഹുൽ, ജോസ് ബട്ട്ലർ എന്നിവരെല്ലാം ലേലത്തിലൂടെ കോടികൾ വാരാൻ ശേഷിയുള്ളവരാണ്. ഇത്തവണ വമ്പൻ തിരിച്ചുവരവാണ് മുംബൈ ഇന്ത്യൻസ് പ്രതീക്ഷിക്കുന്നത്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് പ്രധാന 5 താരങ്ങളെ നിലനിർത്തിയിട്ടുണ്ട്. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, തിലക് വർമ്മ എന്നിവരെയാണ് മുംബൈ നിലനിർത്തിയിരിക്കുന്നത്. നായകനായി ഹർദിക് പാണ്ഡ്യവും അടുത്ത സീസണിലും ഉണ്ടാവുക എന്ന് മുംബൈ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ആദ്യ മത്സരത്തിൽ മുംബൈയെ സൂര്യകുമാർ യാദവാവും നയിക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിന് കാരണം ഹർദിക് പാണ്ഡ്യയുടെ വിലക്കാണ്. അതെന്താണെന്നറിയാം. മുംബൈ ഇന്ത്യൻസിൻ്റെ 2025 സീസണിലെ ആദ്യ മത്സരത്തിൽ ഹർദിക് പാണ്ഡ്യയ്ക്ക് കളിക്കാനാവില്ല. കാരണം ഇതിന് അദ്ദേഹം നേരിടേണ്ടി വരുന്ന വിലക്കാണ്. മുംബൈ ഇന്ത്യൻസിൻ്റെ അവസാന സീസണിലെ നായകനും ഹർദിക്കായിരുന്നു. സീസണിലെ അവസാന മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്കിന് ഹർദിക്കിനെ ശിക്ഷിച്ചിരുന്നു. ഇതോടെയാണ് താരത്തിന് വിലക്ക് നേരിടേണ്ടി വരുന്നത്. കഴിഞ്ഞ സീസണിൽ 3 തവണയാണ് ഹർദിക് കുറഞ്ഞ ഓവർ നിരക്കിന് ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അവസാന സീസണിലെ മുംബൈയുടെ അവസാന മത്സരത്തിലാണ് ഹർദിക് 3-ാം തവണ കുറഞ്ഞ ഓവർ നിരക്കിന് ശിക്ഷിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള പിഴ അടച്ചെങ്കിലും വിലക്ക് തുടരും. അവസാന സീസണിൽ വിലക്ക് നടപ്പാക്കാൻ സാധിക്കാത്തതിനാൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ഹർദിക് ഈ ശിക്ഷ നേരിടേണ്ടതായി വരും. ഈ സാഹചര്യത്തിൽ മുംബൈക്കൊപ്പം ആദ്യ മത്സരം കളിക്കാൻ ഹർദിക് ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്.